ഇവിടെ BJP-കാരനായാലും ശരി, കോൺഗ്രസ്സുകാരനായാലും ശരി, കമ്മ്യൂണിസ്റ്റുകാരനും എല്ലാവരും ശരി തന്നെ. ഈ പഞ്ചായത്ത് കൊടുക്കുമ്പോൾ നമ്മളെല്ലാവരും അതുപോലെ അടുത്ത മന്ത്രിമാരും MLA-മാരും എല്ലാവരും പോയി ഉദ്ഘാടനം ചെയ്തൊക്കെയല്ലേ. യവനെയൊക്കെയാണ് ആദ്യം അടി കൊടുക്കേണ്ടത്. സ്ത്രീകൾക്ക് മാത്രമേ കൊടുക്കൂ. വേറെയൊക്കെ കോഴിക്കോട്, അതുപോലെ ലോട്ടോപ്പ്, പിന്നെ വണ്ടി, തയ്യൽ മെഷീൻ, കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തും പിന്നെ പലിശയ്ക്ക് വാങ്ങിച്ചു, വട്ടി പലിശയ്ക്ക് വാങ്ങിച്ചു പകുതി വില കിട്ടുകയല്ലേ. ഇപ്പം ഞാൻ തന്നെ ഒരു കുട്ടിയെന്ന് പറഞ്ഞാൽ നിവർത്തിയില്ല, പകുതി ഒരു പഴയ വണ്ടി വാങ്ങിക്കാൻ പോയതാണ്. നമസ്കാരം. പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് കേരളത്തിൽ ഒന്നടങ്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഇതിന്റെ പേരിൽ നടന്നിരിക്കുന്നത്. ഇതിന്റെ പേരിലുള്ള അന്വേഷണങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തും ഇതേ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു പരാതിക്കാരനാണ് നമ്മളോട് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം തന്നെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളോട് വ്യക്തമാക്കുകയാണ്. എങ്ങനെയാണ് ഏട്ടാ ഇവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്? ഇവര് പഞ്ചായത്തിൽ വണ്ടി കൊടുക്കണമെന്നും പറഞ്ഞ് നമ്മളൊരു കൂട്ടുകാരൻ ചെന്ന് വണ്ടി ആദ്യം കൊടുക്കുമെന്നും പറഞ്ഞ് പോയി. അപ്പോൾ അവിടെ ചെന്നൊരു വണ്ടി കിട്ടി. അങ്ങനെ വണ്ടി കിട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ ഇത് കിട്ടിയ ഇത് വെച്ച് നമ്മളും പോയി ഇത് ചെയ്ത് നമ്മൾ 3 വണ്ടിക്ക് ബുക്ക് ചെയ്ത്. 3 പെമ്പിള്ള പാവപ്പെട്ടവരാണ്, നിവൃത്തിയില്ലാത്തവരാണ്. ലോണും എടുത്ത് അതുപോലെ കുടുംബശ്രീ എന്നൊക്കെ പൈസ എടുത്താണ് ഒത്തുങ്ങൾ ഇത് മേടിച്ചത്. പൈസ അടച്ച് ഒരാൾ 62 രൂപ, 56 രൂപ വരെ റെസിറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നെ ഇവിടെ സമീപിച്ചത് അയാളെ പേര് ഒന്ന് ഗിരിജ എന്നും പറഞ്ഞ സ്ത്രീയാണ് ഇതിൻ്റെ മെയിൻ എഴുതി. പിന്നെ അവരെ ഭർത്താവ്, ഇവർ രണ്ടും കൂടെയാണ് നമ്മളെ ഇത് ചെയ്തത്. അവരിവിടെ തിരുവനന്തപുരത്ത് ആണ് ഇതിൻ്റെ ഹെഡ് ഓഫീസെന്നും പറഞ്ഞ് ഈ പഞ്ചായത്ത് കൊടുക്കുമ്പോൾ നമ്മളെല്ലാവരും അതുപോലെ അടുത്ത മന്ത്രിമാരും MLA-മാരും എല്ലാവരും പോയി ഉദ്ഘാടനം ചെയ്തൊക്കെയല്ലേ. യവനെയൊക്കെയാണ് ആദ്യം അടി കൊടുക്കേണ്ടത്. കാര്യം ഇവിടെ ഈ ജനപ്രതിനിധികൾ എന്ത് രൂപയുണ്ട്. അവന്മാർ പാവപ്പെട്ട യുവന്മാർ വോട്ടിന് വരുന്നു, വോട്ട് കൊടുക്കണം. മനസ്സിലാക്കുന്നുണ്ടോ? ഇവിടെ BJP-കാരനായാലും ശരി, കോൺഗ്രസ്സുകാരനായാലും ശരി, കമ്മ്യൂണിസ്റ്റുകാരനും എല്ലാവരും ശരി തന്നെ. അപ്പോൾ പാവപ്പെട്ട കുറേ സ്ത്രീകളാണ് അവരിപ്പം ആകെ ഇപ്പം ഗതികേടായിട്ട് കിടക്കുകയാണ്. ഒരു നിവൃത്തിയില്ല. ഇതാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവരാരെങ്കിലും സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇല്ല. നമ്മൾ കുറച്ചാൾ ഫോൺ ചെയ്ത് കുറച്ചാളെടുക്കും. നിങ്ങളെ വണ്ടി ഉടനെ കിട്ടും, നിങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അടുത്ത ആഴ്ച വരും. പരാതി കൊടുത്താൽ ഫോൺ ഓഫ് ചെയ്തോളാം, സ്വിച്ച് ഓഫ്. അറിയില്ല. ഇവിടെ ഞങ്ങളിവിടെ സർക്കിൾ ഇവിടെ പോലീസ് സ്റ്റേഷൻ കൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്ത് ഇവിടെ പ്ലാമൂട് വാർഡ് മെമ്പർ ഉൾപ്പെടെ ഞങ്ങൾ പോയി പരാതികൾ. പക്ഷേ ഇന്ന് വരെ എന്താണെന്ന് ഒരു ഇതും നമുക്ക് കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ഈ ലോൺ എടുത്തവരൊക്കെ നമ്മൾ പൈസ എങ്ങനെയും കൊടുക്കേണ്ട സ്റ്റേജാണ് ഇപ്പോഴും. അത്ര ഗതികട ഒന്നാമത് കച്ചവടങ്ങളില്ല, കടകളിൽ ഒരു കച്ചവടമില്ല. പാവപ്പെട്ട ചാവത്തുങ്ങൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. ഇവിടെ എല്ലാവരും വണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മളും ചെന്ന് ഇട്ട് കൊടുത്തു. അതാണ് പറ്റിപ്പോയത്. പകുതി അത് ഈ സ്ത്രീകൾക്ക് മാത്രമേ കൊടുക്കൂ. വേറെയൊക്കെ കോഴിക്കോട്, അതുപോലെ ലോട്ടോപ്പ്, പിന്നെ വണ്ടി, തയ്യൽ മെഷീൻ, ഇതെല്ലാം അവർ ഇങ്ങനെ പകുതി വിലയ്ക്ക് കൊടുക്കുമെന്നും പറഞ്ഞ് ഇത് സ്ത്രീകൾക്കേ കൊടുക്കും. അത് ഒരു ചാരിറ്റബിൾ ഇതിലാണ് കൊടുക്കണമെന്ന് പറഞ്ഞ്. ചാരിറ്റബിളിൻ്റെ കീഴിലാണ് കൊടുക്കണത്, സ്ത്രീകൾക്ക് മാത്രമേ കിട്ടൂന്ന് പറഞ്ഞു. ഇല്ല അയാളെ കണ്ടിട്ടില്ല. ഇവിടെ വന്ന് ഇതല്ലേ, ഇവിടെ വന്ന് അവർ ഓരോ ഓഫീസുകൾ തുറന്ന് ഇപ്പോൾ പഞ്ചായത്തിൽ കൊടുക്കുന്നത് നമുക്ക് പഞ്ചായത്ത് വിശ്വാസമുണ്ട്. പഞ്ചായത്തിലല്ലേ, അപ്പോൾ നമ്മൾ അവിടെ കൊണ്ട് അങ്ങനെയല്ലേ ചെയ്തു കൊടുത്തത്. ഇത് അറിഞ്ഞ ശേഷമാണ്. പിന്നെ പറഞ്ഞിട്ട് ഇവിടെ മംഗലാപുരത്തെ മറ്റേ ഇവരുണ്ടല്ലേ സായി ഗ്രാമത്തിലാണ്, അയാൾ ലോകക്കള്ളനാണിപ്പോൾ, ആനന്ദകുമാർ. അപ്പോൾ യവന്മാരെ അല്ലാണ്ട് യവനെന്ന് പക്ഷേ ഈ പൈസയും കൊണ്ട് യവനൊക്കെ ഇതോടുകൂടി തീരും. അവനവൻ്റെ മക്കളും എല്ലാം അനുഭവിക്കാൻ പോണേ ഉള്ളൂ. ഇത് രാഷ്ട്രീയ പാർട്ടിക്കാർ, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരന് ഇനി ഇത് പോകരുത്. ഒരു രാഷ്ട്രീയ പാർട്ടി ഇനി നമ്മളവിടെ വിടില്ല, ഒരു രാഷ്ട്രീയവും വേണ്ട. ഇവിടെ അവർ പറയണത് പഞ്ചായത്തിൽ 3 പ്രാവശ്യം പ്രസിഡന്റ് വിളിച്ചു. പ്രസിഡന്റ് എന്താണ്, ഇതാ ബുധനാഴ്ച ഞങ്ങൾ ആയിട്ട് ബുധനാഴ്ച ഞങ്ങളെ വണ്ടി കിട്ടും എന്ന് പറഞ്ഞു. അവിടെ എവിടെ കിട്ടായി? അങ്ങനെ എത്ര ബുധനാഴ്ചയായി? ഇനി പോയതില്ല. കിട്ടി. ആദ്യം ഇപ്പം ഞാൻ തന്നെ 3 വണ്ടി 3 പിള്ളേരൊക്കെ, ഒന്ന് നെല്ലനാട് പഞ്ചായത്തിലാണ്. പക്ഷേ ആ കുട്ടിക്ക് 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി കൊടുത്തു. എന്നിട്ട് അവിടെയും പോയി വേറെ ഒരു രഹസ്യമായിട്ട് പോയി അവിടെയും ഇളക്കി. ഇവിടെ ബുക്ക് ചെയ്തവർക്ക് കിട്ടിയില്ല. ഇവിടെ മൊത്തം 3 വണ്ടി ബുക്കിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് നമ്മളിതിൽ. പക്ഷേ ഇവർ ഇത് വെച്ച് ചെറിയ ചൂണ്ടയിട്ട് വലിയ മീൻ പിടിച്ചു.
എന്താണ് പോലീസിൽ നിന്ന് അവർ ഉടനെ അന്വേഷണം നടത്താമെന്ന് പറഞ്ഞു. പക്ഷേ അന്വേഷണം നടത്താൻ യാതൊരു എത്തിയെന്ന് നമുക്കറിയില്ല. പൈസ തിരിച്ചു കിട്ടാനുള്ള അതിനിപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ? അതിനെക്കുറിച്ച് എവിടെ കിട്ടാൻ? പൈസ അവരെല്ലാം കൊണ്ട് പോയില്ലേ. ഇവിടെ എല്ലാ പാർട്ടിക്കാരും പോയി ഉദ്ഘാടനം ചെയ്തു. നമുക്കെന്തൊരു ഉപയോഗമുണ്ട്? സകല പാർട്ടിക്കാർ അപ്പോൾ പോയത് നമ്മളെ കാശ്. അത്ര ഗതികെട്ട രണ്ട് പാവപ്പെട്ട പിള്ളേർ, അതൊക്കെയാണ് കഷ്ടമെന്ന് പറയുന്നത്. ചേട്ടന്റെ അറിവിൽ എത്ര പേരാണ് ഒരു 120ഓളം പേരുണ്ട് ഇവിടെ. എല്ലാവരും ഈ ഗതി തന്നെ. എല്ലായിടത്തും ഈ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തും പിന്നെ പലിശയ്ക്ക് വാങ്ങിച്ചും വട്ടി പലിശയ്ക്ക് വാങ്ങിച്ചോ പകുതി വില കിട്ടുകയില്ലേ. ഇപ്പം ഞാൻ തന്നെ ഒരു കുട്ടിയെന്ന് പറഞ്ഞാൽ നിവർത്തിയില്ല. പകുതി ഒരു പഴയ വണ്ടി വാങ്ങിക്കാൻ പോയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് പുതിയ വണ്ടി കിട്ടുകയില്ലേ ഇതിന്. അങ്ങനെയാണ് നമ്മളും പോയി പെട്ടുപോയത്. ഇവർ പറഞ്ഞ് പകുതി വിലയ്ക്ക് സ്ത്രീകൾക്ക് കിട്ടും. ആദ്യം ഭയങ്കര ഡിമാൻഡ് കാണിക്കും. ഞങ്ങളിനി കുറച്ച് പേരെ നിർത്തി വെച്ച്. അപ്പോൾ നമുക്ക് വിശ്വാസമുണ്ട്. ഇവിടെ വേറെ പാർട്ടി പോയി ബുക്ക് ചെയ്തുകൊണ്ട് പോകാം. നമുക്ക് കിട്ടിയില്ലല്ലേ. അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ ഒരു വണ്ടി കൊടുത്ത് അപ്പോൾ അവന് അയാൾക്ക് കിട്ടിയില്ല. ഇനിയിപ്പോൾ നമുക്ക് ഉടനെ കിട്ടും എന്നും പറഞ്ഞ് നമ്മൾ കൊണ്ട് ചെയ്ത് കൊടുക്കും.